ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ ഇന്നത്തെ ഒരു തുടങ്ങിയിട്ടല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ബുദ്ധിമുട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു സമാധാനത്തിൽ ഇന്നത്തെ ദിവസത്തേക്ക് ഒരുപാട് പ്രതീക്ഷകൾ ആഗ്രഹത്തിലിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു വീട്ടിലെല്ലാവരേക്കാളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കൂടുതലിരിക്കുന്നത്. അപ്പം എന്നോട് എന്നിട്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് സ്വപ്നം കാണുന്നത് എന്നിട്ട് എന്നും ഈ കാര്യം എന്നല്ല എന്തൊരു കാര്യം ഞാൻ മുൻകൂട്ടി പറയുമ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞു ഉന്നധികം ആഗ്രഹിക്കണ്ട, ഒന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കല്ല, ഒന്നും മുൻകൂട്ടി പറയല്ലേ. എപ്പോഴും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന് ആ ഒരു എന്തൊരു കുശുമ്പയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ദൈവം ഞങ്ങൾക്ക് നടത്തി തരാറില്ല. ഒന്നല്ലെങ്കിൽ ഒരു പിറന്നാള് നമ്മൾ നന്നാക്കി നടത്താന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും തടസ്സം വരും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ മുൻകൂട്ടിയിട്ട് അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു ട്രിപ്പ് പോലെ ഞാൻ മുൻകൂട്ടിയിട്ട് എടുക്കാറില്ല. പോവാ എന്നാണ് അപ്പനെ ചാടി ഇറങ്ങി, അത് നാളെ മറ്റന്നാളേക്ക് പറഞ്ഞാൽ ആ പൂക്കാണെങ്കിൽ പിന്നെ തന്നെ നമ്മൾ സ്ഥലത്തേക്ക് പോയപ്പോ അത് നടന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്നത് വേണ്ടി അതൊക്കെ ഉണ്ടാക്കി ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കണം. തൃശ്ശൂര് ഗ്രൗണ്ടില്ലേ, അപ്പൊ അതൊക്കെയായിരുന്നു അവന്റെ മനസ്സിലെ ആഗ്രഹം. അതൊന്നും നടന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ഒരുപാട് മുൻകൂട്ടിയിട്ട് ഒന്നും ലൈഫിൽ നടക്കില്ല. അപ്പൊ ഇന്നത്തെ ഒരു തുണി കഴിഞ്ഞാൽ ഞാൻ കുറെ ഇതാവും. അപ്പോൾ അങ്ങനെ അപ്പം ജീവിതത്തിൽ നമുക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുക, ജീവിതത്തിൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു 5-6 വർഷമൊന്നും കാശിന് വേണ്ടിയിട്ടൊരു ടെൻഷനോ കാര്യങ്ങളോ ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ വീടുകൊണ്ട് ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടാവാറുണ്ട്. വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ വീട്ടിൽ അച്ഛനുള്ള കാലത്തൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛനില്ലാണ്ടായപ്പോൾ കാശില്ലാണ്ട് ഇപ്പോൾ ഞാൻ പോയി നിൽക്കുമ്പോഴെല്ലാം വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ. കാരണം ഇന്ത്യയിലേക്ക് എനിക്ക് വന്ന കാശ് സ്റ്റാമ്പ് മേടിക്കാനും 2 മാസം കൊണ്ട് ഒരു ഫെയർവെൽ മേടിക്കാനും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലത്തെ ചിലവിനും കാര്യക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നത്. അതിനായിട്ട് എക്സ്ട്രായ്ക്കും എൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ പുറമെ ഞാനും കൊടുത്തിരുന്നത്. ഇപ്പോൾ ആൾക്കാരോട് ഈ എല്ലാവരുടെ പണിക്ക് പോകണേ അങ്ങനെ പോകണേ ചോദിക്കണം. നിങ്ങളോട് ഞാൻ കണ്ടത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം പണിക്ക് പോകാൻ തയ്യാറാണ് കേട്ടോ. അത് വെച്ച് നിങ്ങൾ പറഞ്ഞേ, അതൊക്കെ പറഞ്ഞാൽ ഞാൻ വിഷമം. അതല്ലേ ഇവർക്ക് അറിയില്ല. ഇന്നൊരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം അല്ലെങ്കിൽ ഞാൻ എപ്പോ സ്ഥലം വിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയില്ല. ഗൾഫിലേക്ക് പോകണമെന്ന് ഇപ്പോഴും ആഗ്രഹങ്ങളും കാര്യങ്ങളുണ്ട്, ജോലി പോകണം എന്തൊക്കെ താവുമുണ്ടോ കുട്ടീൻ്റെ. അപ്പോൾ ആഗ്രഹമുണ്ട് ഗൾഫിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഇന്ത്യ വയ്യാത്ത കാരണത്തുള്ള കാര്യം വെള്ളിയാനോട് ഞാൻ വിചാരിക്കുന്നുണ്ട്, ആരെങ്കിലും അറിയണവരോട് ഒരു ഡ്രൈവർ ജോലി ഗൾഫിൽ തന്നെ നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാൽ കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞൊരു 3-4 വർഷമായിട്ട് എങ്ങനെയും ഒന്ന് നിൽക്ക്, കുടുക്കനെ ഉണക്കിക്കും എന്തെങ്കിലും ഒന്ന് സെറ്റാക്കണ വരയ്ക്ക് എന്ന് ഞാൻ എന്നോട് 5-6 വർഷം നിൽക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചല്ല, ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഞങ്ങളെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ ജീവിതമല്ലേ, ചിലപ്പോൾ ദൈവം പരീക്ഷിച്ച് മതിയായി കാണില്ല. അപ്പോൾ ചിലപ്പോൾ ഇനി പരീക്ഷിക്കണം. അപ്പോൾ നമ്മളതിലൊക്കെ നിന്ന് കൊടുക്കുക. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ വരുന്ന അതിനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കുക, 2 കൈ നീട്ടി സ്വീകരിക്കുക. വരുന്ന എല്ലാ അനുഭവങ്ങൾക്കും വിഷമങ്ങളും കൈ നീട്ടി സ്വീകരിക്കുക. പക്ഷെ അങ്ങനെ ഉള്ളൊരു മനോഭാവമുള്ളതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കൂളായിട്ട് വരുന്നതൊക്കെ ഇതാക്കട്ടോ. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം, അപ്പോൾ അങ്ങനെ വീട്ടിലത്തെ ഒരു ക്യാഷിനെ പറ്റി മാത്രമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് നമുക്ക് ചെക്കൻ്റെ വീട്ടിൽ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ എനിക്ക് സാരികളും മേക്കപ്പും ഒരുപാട് സാധനമുണ്ട്. എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തൊരു പെട്ടി ഉണ്ടാവില്ല. അങ്ങനെ അത്രയും കല്യാണപ്പെട്ടി, ചെക്കൻ്റെ വീട്ടിലുള്ള ഡ്രസ്സിൻ്റെ പെട്ടി, മേക്കപ്പ് ബോക്സ് ആയിരുന്നു. എല്ലാം അങ്ങനെ ഒരു മേക്കപ്പിൻ്റെ ഒരു ബോക്സും കാര്യങ്ങളും അതിൽ എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടൊരു കല്യാണത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറയും പൊട്ടുകളിൽ തന്നെ എത്ര പാക്കറ്റുകളായിരുന്നു. അതിനായിട്ടൊന്നും അറിയില്ല കേട്ടോ, അതിനായിട്ട് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല. മേടിച്ച കട പുറത്ത് പോയി നിൽക്കാനല്ലാണ്ട് മേടിച്ച വീട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും മേടിച്ചതിന് തോന്നുന്നു ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നിൽക്കണമെന്ന് എനിക്ക് തോന്നണത് കേട്ടോ, അറിയില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു ബാഗ്, ഒരു ഇത്ര വന്നൊരു പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തരം ഗോൾഡൻ കളർ, അത് ഓർമ്മയില്ലേ പേഴ്സ്, അതിങ്ങനെ തുറക്കണ പേഴ്സ്. എന്നിട്ട് ആദ്യം ആ പേഴ്സ് ഞാൻ എടുപ്പിക്കാൻ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ട്. 27 വർഷം അതിലെന്തോ പൈസ വെച്ച് തന്നെയല്ലേ? എത്ര
അന്ന് 100 അല്ലേ ഉണ്ടാവുള്ളൂ. അന്ന് 500 ഉണ്ട്, 500 ഇല്ല. അന്ന് 500 എനിക്ക് ഓർമ്മയില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന ഒരു പൈസ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1000 റുപ്യ എനിക്ക് തോന്നുന്നു അല്ലേ? 10,000 ഒരു കെട്ടാട്ടായിട്ട് എനിക്ക് എൻ്റെ ഹാൻഡ് ബാഗിൽ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ പേഴ്സിൽ എന്നിട്ട് എനിക്കായിട്ട് തന്നത് 10,000 രൂപയുടെ ഒരു കെട്ട് കാശായിരുന്നു എൻ്റെ പേഴ്സിൽ വെക്കാനായിട്ട് എനിക്ക് തന്നത് കേട്ടോ. പേഴ്സിലല്ല, ഉണ്ണിക്ക് ആവശ്യത്തിന് പറഞ്ഞ് തന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഉണ്ണിക്ക് ആവശ്യത്തിന് ഉണ്ണിയുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉണ്ണി കൊടുത്തോട്ടാ എന്ന് പറഞ്ഞ് തന്നത്. അങ്ങനത്തെ ഒരാളേനൊന്നും എളുപ്പത്തിൽ ഒരാൾക്ക് ഭർത്താവ് കിട്ടിയില്ല. ഞാൻ പറയാനായിട്ട് ചെയ്ത ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലിങ്ങനെ അച്ചടിച്ച് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതിനേട്ടം പോലും മറന്നു. അത് അങ്ങനെ ആ കാശ് കഴിയുമ്പോൾ അടുത്ത് തന്നെ ഇടയ്ക്ക് വെച്ച് തരും. അങ്ങനെ ഒരുപാട് വർഷമൊന്നും ഞാൻ കാശിന് ഞാൻ ബുദ്ധിമുട്ട് അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ വീടുകൊണ്ട് ഞാൻ കാശിന് ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലെ സാമ്പത്തിക മോശമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ അറിഞ്ഞത്. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം, വീട് ജപ്തി, കാര്യങ്ങൾ പ്രതീക്ഷിക്കാണ്ട് വന്ന ഞങ്ങളുടെ കുറേ കടബാധ്യതകൾ. അച്ഛനെ കുറേ ആൾക്കാർ പെറ്റിച്ചതാണ്. അച്ഛൻ കുറേ പലിശയ്ക്ക് കൊടുത്ത് 5 ലക്ഷം തവണ അത് തിരിച്ചില്ല. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് നിഗൂഢതകളായിരുന്നു. അതൊന്നും നമുക്കറിയില്ല ചെറുപ്രായം. അപ്പം അതിനെ പറ്റി പറയാനല്ല. അപ്പോൾ എൻ്റെ വീടുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് കാശിൻ്റെ ബുദ്ധിമുട്ടേ അറിഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പം ഇന്നാളൊരു അങ്ങനെ പറയാം, ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ട് ആകുമ്പോഴേക്കും ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? എന്തോരം കുറ്റവാക്കുകൾ ഞാൻ യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടെന്ന് എത്ര. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് ഇനിയിപ്പോൾ പൊന്നു ഷേപ്പിന്ന് അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിന്. കല്യാണം കഴിച്ചോണ്ടിപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമം. അപ്പോൾ ആ ഒരാളുമായി കാശ് കിട്ടാണ്ട് അത്രക്ക് ഉരുകി ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോട്ടാ. പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് കാര്യമില്ല. അങ്ങനെ എനിക്ക് പറയാം. ഞാൻ അതല്ല പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് തരുന്നത്. ചെറിയ ഉപദേശമായിരുന്നു. നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ, അത് എത്രത്തോളം വലുതാണെന്ന് ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കാശിന് വേണ്ടി ഞാനും എൻ്റെ അനുവേട്ടനും ഉരുകി തീർന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ അടക്കം കാശിന് വേണ്ടി ഞാനും എൻ്റെ അനുവേട്ടനും ഉരുകിയുണ്ട്. ഇപ്പോഴും ഉരുകാനുള്ള കാര്യങ്ങളോട് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും മക്കളെ വളർത്തി. ഇന്നിട്ടും കൊടുക്കുകയോ അവരുടേതായ ഒരു കാര്യങ്ങൾക്ക് ഒരു കുറവോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഞങ്ങൾ കാണിക്കണില്ല. പിന്നെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം ഞങ്ങൾ വീട് പുതുക്കി. അതായത് ഒരു വാക്കാണ് ഈ തള്ളകയിൽ കുറേ കാശാണ്, അതാണ് വീടും. ഞങ്ങൾ വീടും ഞങ്ങളായ വീടും എന്താണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. ക്വസ്റ്റ്യൻസാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് തുടങ്ങിയാൽ നമ്മൾ ഇത്രയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടേക്കൊന്നു ഏതൊരു പെൺകുട്ടിയൊക്കെ കല്യാണം കുറേ വർഷമൊക്കെ എൻജോയ് ചെയ്യുക ലൈഫ്. കാശിന് ടെൻഷനിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, എൻജോയ്മെൻ്റാണ്. പക്ഷേ ഞെട്ടിപ്പോയി ഞാൻ ആ ഒരു വാക്ക്. ഇതെന്നെ പോയെങ്കിലും. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ. എന്തായാലും നിങ്ങൾ കുഞ്ഞൻ ഒളിച്ചോടുന്നതിന് മുന്നേ വീഡിയോയിൽ വന്ന് വെഡ്ഡിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത്, അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല, അത് സത്യമായിരുന്നു എന്ന്. പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു, അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല എന്ന്. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലേ? കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലേ? ഇതൊക്കെയാണ് കുട്ടി എഴുതിക്കുന്നത്. കുട്ടിയാണോ എന്താണോ അറിയാം. എൻ്റെ കൂട്ടുകക്ഷി ആയാലും എൻ്റെ പൊന്നു മോനെ ആരായാലും ചേച്ചി സഹോദരി ആരായാലും എൻ്റെ അന്ന് പറഞ്ഞ സെയിം ഡയലോഗിനാണ് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. നേട്ടനോട് ഇത് ഇവളുടെ കല്യാണത്തിനേക്കാൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
സ്ഥലം കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് 1 ലക്ഷം എനിക്ക് തരണം, എൻ്റെ കിച്ചൺ സെറ്റ് ചെയ്ത് തരണം എന്താ വെച്ചാൽ കിച്ചണിൽ നിന്ന് പണിയെടുക്കാൻ നമ്മൾ കിച്ചൺ ഓൾറെഡി കബേർഡ് ഒന്നും ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചു, അതിനും 10-40,000 ചിലവാക്കി. അടുക്കളയിൽ സൗകര്യമില്ല, വീണ്ടും അത് പൊളിക്കാനും നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ആ നാട്ടു ചുമരി തട്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഓൾറെഡി അന്ന് സ്ഥല കച്ചവടം ഓക്കെ ആയപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരി ഒരു ജനുവരി ലാസ്റ്റോടുകൂടിയാണ് നമ്മുടെ സ്ഥലം കച്ചവടത്തിന് സെറ്റായത്. അപ്പോൾ ജനുവരിയിൽ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞു, ആ കുട്ടിയോടൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു, ഈ അടുക്കള സെറ്റ് ചെയ്യാൻ വന്ന് നോക്കാൻ പറഞ്ഞു. ജനുവരി 2-ാം തീയതി ഞായറാഴ്ച വരാം, ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച അടുക്കള കാണാൻ വരാൻ, നമുക്ക് എന്താണ് ചെയ്യാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ നല്ല കാര്യത്തിനൊന്നും 2-ാം തീയതിയാണ് ആ ചെക്കന് വരാനും തോന്നിയിട്ട് നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ ഇവിടെ ഉണ്ടായ സംഭവം ഇല്ല. നല്ല കാര്യത്തിന് എന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് വരാൻ തോന്നാനും നല്ലൊരു കാര്യം. നമ്മളിവിടെ ഇത്രയും വിഷമിച്ചും ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് പിന്നെ 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 4-ാം തീയതി 5-ാം തീയതിയോട് കൂടിയിട്ടാണ് നമ്മളോടേക്ക് വരുന്നത്. വന്നപ്പോൾ ഇങ്ങനെ കിച്ചൺ ഇതാക്കാനാണ് നമ്മൾ ഈ കല്യാണമൊക്കെ ഉറക്കിനേക്കാളും മുന്നേ അഞ്ഞാരോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാശ് എങ്ങനെ സെറ്റായി അടുക്കള സെറ്റ് ചെയ്ത് അല്ലേ? കാര്യമാണോ ഇത് നമ്മള് കൊറേ ഞങ്ങളുടെ സഹതാപം കേട്ടിട്ട് ആരാണ് ഞങ്ങളെ സഹായിക്കുന്നത്? ഈ സഹതാപത്തിന് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. ഒരു സഹതാപം പിടിക്കുക അല്ലെങ്കിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. കാശ് ഞാൻ 99% ആൾക്കാർ കയ്യിൽ കാശ് കെട്ടി വെച്ചിട്ടൊന്നല്ല എല്ലാ കാര്യം ചെയ്യണത്. ചെറിയവനാണെങ്കിൽ ചെറിയ നിലയ്ക്ക് കടം മേടിച്ച് കല്യാണം അയച്ചു കൊടുക്കും, വലിയവനാണെങ്കിൽ വലിയ നിലയ്ക്ക് കടം മേടിച്ച് കല്യാണം അയച്ചു കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. മനസ്സിലായ? ഇതൊക്കെ എടുത്തു വെച്ച് പൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. മനസ്സിലായ? ഇനി ഇതിന് നല്ലൊരു ഭാഷ എനിക്ക് പറഞ്ഞു തരാൻ വയ്യാത്തോണ്ട് ഞങ്ങളിപ്പോ ഈ കല്യാണം അല്ല എന്ത് നടത്തുകയും നിങ്ങൾ അതിനനുസരിച്ച് അത് പാട്ടെ. അടുക്കള നന്നായിട്ടുണ്ട് അമ്മേ, അമ്മ എന്ന് വിളിക്കാവോ? എനിക്ക് ഒന്നും ചോദിക്കാനില്ല, അസുഖങ്ങളൊക്കെ വേഗം മാറട്ടെ, ഒരുപാട് സ്നേഹം മാത്രം. നിങ്ങളോട് എല്ലാവരോടും എപ്പോഴെങ്കിലും നിങ്ങളെ നേരിൽ കാണണമെന്നുണ്ട്. നടക്കാൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ വീട് കാസർഗോഡാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഭൂമി ഉണ്ടതാണ് ഇത്. ഇപ്പം നമ്മൾ കാസർഗോഡ് വരാം, നിങ്ങളിപ്പം ഇങ്ങനെ വരാം, എവിടെയെങ്കിലും വെച്ച് കാണാം. എത്രയോ ദൂര സ്ഥലത്ത് നിന്നുള്ളവരടക്കം നമ്മളെ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ശോഭനയിൽ കാനഡയിൽ നിന്ന് അന്ന് വന്നിട്ടുള്ളൊരു കാനഡയിൽ നിന്ന് ഇപ്പോൾ ആള്, അത് ആലപ്പുഴയുള്ള ആള് ഹസ്ബൻഡ് ഇവിടെ അങ്ങനെ എന്തോ ഞാൻ ശോഭയിൽ വെച്ച് കണ്ടു. അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ സ്നേഹത്തിന് ഒത്തിരി നന്ദിട്ടാ. പിന്നെ പഴയ വീട് പുതുക്കി പണിതപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ ഹോം ടൂർ ചെയ്ത് കാണിക്കാമോ? പിന്നെ വെയിറ്റേഴ്സിന് വേണ്ടി ഫുഡ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നും പറയാമോ? ഓക്കെ. അപ്പോൾ അത് 2-3 ചോദ്യത്തിൻ്റെ ഫുഡിൻ്റെ. അപ്പോൾ അത് അങ്ങനെ പറയാം. പഴയ വീട് പുതുക്കേണ്ട വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ കാണാൻ ഒരു കിച്ചനൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ചോർച്ചയായി തുടങ്ങിയ കാര്യം ഞങ്ങൾ അങ്ങനെ ഇട്ടു, അത്രേ ഉള്ളൂ. ഉള്ളത് ഞങ്ങൾ എന്തായാലും കാണിച്ചത് കേട്ടോ. റെന്റിലാണോ സ്വന്തം വീടാണോ? ദൈവം സഹായിച്ച് 18 വർഷമായിട്ട് സ്വന്തം വീടാണെങ്കിലും ഞങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ സൊസൈറ്റിക്ക്. അത് വാസ്തവം കാറ്റ് മേടിക്കുന്നുണ്ട്. വീടൊക്കെ സ്വന്തം. ലവ് യു സംഗീത, താങ്ക് യു. അപ്പം അത് പറഞ്ഞ് ചിരിക്കാൻ കാണിക്കുന്നതില് മനസ്സിൽ നമ്മൾ ആ ഒരു ലോണും കാരണുണ്ടായിരുന്ന ടെൻഷനിലും നമ്മൾ പുറത്തേക്ക് കാണിക്കേണ്ട ആ ഉള്ളത് ചിരിച്ചോണ്ട് കാണിക്കില്ല. അതാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ എന്തൊക്കെ വിഷമം ഞങ്ങൾ ഈ ചിരിച്ചോണ്ട് അടിപൊളിയായിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. അതാണ് ഇപ്പം ഞാൻ പറയാൻ വന്നിട്ട് ഉണിക്ക്. അമ്മയും അച്ഛനും ഹാപ്പിയാണോ? അച്ഛനും അമ്മയും ഹാപ്പി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആണ്. അല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ, അല്ലാണ്ട് ഞങ്ങൾ ഹാപ്പി ആവാൻ ചെയ്തിട്ട് കാര്യം. വിഷമങ്ങളുണ്ട്, അനേക വിഷമങ്ങളുണ്ട്. അത് ചെയ്താലും മുഴുവൻ ഉണ്ടാവും ഞങ്ങളുടെ മനസ്സിൽ വിഷമങ്ങളും. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഓരോ വിഷമവും കാരണമൊക്കെ ഉണ്ട്. സംഗീത അമ്മയുടെ ഫാമിലി കാണിക്കാമോ? സിസ്റ്റർ ബ്രദർ ജസ്റ്റ് ഫോട്ടോയെങ്കിലും. ഫോട്ടോ അത് ഞാൻ ചോദിട്ടെ, പലവരും പേഴ്സണലാണ്, അവർക്ക് ചിലപ്പോൾ അവരുടെ ഫോട്ടോ കാണിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അത് പിന്നെ അച്ഛനും അമ്മയില്ല, എൻ്റെ അച്ഛനും അമ്മ മരിച്ചു. പിന്നെ എല്ലായിടത്തുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിണക്കങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. അമ്മ ഹോം ടൂർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോം ടൂർ ചെയ്യാം കേട്ടോ. നന്ദിനിയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ, ഞാൻ ഇതുവരെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല.
കിച്ചൺ വർക്ക് ചെയ്യാൻ എത്ര രൂപയായി, വർക്കിംഗ് കിച്ചൺ പുറത്ത് എത്ര രൂപയെന്ന് പറയാമോ? അത് ഒക്കെ കൂടിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം. ബില്ല് വന്നിട്ടുള്ളൂ, ബില്ല് നോക്കിയിട്ടില്ല. അപ്പൊ മനസ്സിലായി. പിന്നെ കുഞ്ഞെ വിളിക്കാറുണ്ടോ, അവരുടെ സംസാരിച്ചോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അവർ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ചിലപ്പോൾ പലവർക്കും മാറാത്തൊരു കാര്യമാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്തിന് എന്ന് എനിക്ക് പുറത്തേക്ക് പറയാം ഇപ്പോൾ ഇതില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ സ്നേഹിക്കാനും പിന്നെ പറഞ്ഞ നമ്മളെന്തായാലും നേടിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹലോ ഡിയേഴ്സ്, വെയിറ്റ് ലോസ് എങ്ങനെയെന്ന് സത്യസന്ധമായ ഒരു വീഡിയോയിൽ വിശദമായി കാണിക്കാമോ? ചോറ് കഴിക്കാതെ ഇരുന്നാൽ വെയിറ്റ് കുറയ്ക്കാമോ? എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ഒരുപാട് ഇഷ്ടം മാത്രം, എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം സത്യം മനസ്സിലാക്കും. എന്താണ് അവിടെ നിൽക്കുന്നത്? വേറെ എന്താ വീഡിയോ കട്ട് ചെയ്തത്? ബാത്റൂം ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കുടിക്കാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത്. അപ്പോൾ എന്താ പറഞ്ഞു എന്ന കാര്യം നിങ്ങളൊരു കാര്യം ആലോചിക്കുക. എൻ്റെ വീട്ടിൽ ഞങ്ങൾ നോളെ പറയേണ്ട കാര്യങ്ങൾ വരാറില്ല. സത്യസന്ധമായിട്ട് നിങ്ങളോട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് എയറിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തി ഞാനും. എൻ്റെ വെയിറ്റ് കുറച്ചതിൻ്റെ കാര്യം എന്തിനാക്കി നിങ്ങളോട് നോടപ്പെട്ട് എന്ത് കിട്ടാൻ? എന്തിനാണ്? ചിലവരുണ്ട് ഗുളിക കഴിച്ചിട്ട് ഭക്ഷണം ഞാൻ ഡയറ്റ് ചെയ്തിട്ടാണ് തടി കുറച്ച്, പക്ഷേ തടി കുറക്കുന്ന ഗുളിക അപ്പുറത്ത് നിന്ന് കഴിക്കണത് നമുക്കറിയാം, അപ്പോഴും വിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഏറെ കുറച്ചത് അരി ഫുഡ് മാറ്റിയിരുന്നു, വറവുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, മധുരങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിർത്തിയിട്ട് പിന്നെ അതായത് ഒരു ദിവസം കഴിക്കണ ഫുഡ് ഒരാഴ്ച. ഇന്നലെ ഞങ്ങൾ കഴിച്ചത് രാവിലെ ചായയും ഒരു ചായയും ഒരു പത്തിരി, ഉച്ചക്ക് ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്, രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അന്നേട്ടാ തിന്നിട്ട് മീൻ കഷ്ടം വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കഷ്ടം എന്നൊന്നും പറയില്ല, ആ മുള്ളിരുന്ന് ചപ്പി, അത് തന്നെ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ അങ്ങനെ കുറെ ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങനെയും പോയി കിട്ടും. ഇന്നിപ്പോ ആഗ്രഹത്തിൽ ഒരു ദോശ കഴിക്കാൻ വേണ്ടി എടുത്തു, അപ്പോൾ നല്ല ടേസ്റ്റ് ഒരു ദോശ കൊണ്ട് എടുത്തു തന്നു. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, അത് ഞാനിങ്ങനെ കാര്യം എടുത്ത് അവിടെ നിന്ന് തൊട്ട് കുറെ അതിങ്ങനെ കുറേശ്ശെ തിന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് മട്ടിപ്പോന്നു. അപ്പൊ നമ്മൾ നിർത്തും. ഞാൻ കണ്ടിപ്പോൾ ഫുഡ് കിട്ടി എന്ത് ചെയ്യാന്നുള്ളൂ, പെട്ടെന്ന് തിന്നിറങ്ങും. അല്ലെങ്കിൽ കുറേ നേരം വെച്ച് ഞാൻ എനിക്ക് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് പിന്നെ വട്ടിപ്പേര് ഫുഡ് കിട്ടും, അത് തിന്നു. അപ്പം ഞാൻ കൂടുതൽ മെയിനായിട്ട് അരി ഫുഡ് നിർത്തുക, മധുരം നിർത്തുക, വറവ് നിർത്തുക, ഇത് മാത്രം നിർത്തിയാൽ മതി. തടി എന്തായാലും കുറഞ്ഞിരിക്കും. അപ്പം ഇനി ഇന്നോട് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. അതിനൊരു ഓണമില്ല. പ്ലേ ബട്ടൺ ഇതുവരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല. പ്ലേ ബട്ടൺ ഒരിക്കൽ വന്നു, പക്ഷെ ഞങ്ങളിവിടെ ഇല്ലാത്തന്നെ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം കാരണം കിട്ടിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യം പറയാം 10 ആൾക്കാരുടെ മുന്നിൽ ഫേമസ് ആവുക, വലിയ ആളാവുക, അതൊന്നുമല്ല എൻ്റെ ജീവിത ലക്ഷ്യം. ഞാൻ ഏറ്റവും വലിയ വീടാണ്. എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ്, എൻ്റെ മക്കളെ നോക്കാനും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞാനൊരു വരുമാന മാർഗ്ഗം തന്നെയാണ്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ ചിലർക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പേപ്പട്ട ബോർഡിന് പക്ഷെ അതിനൊണ്ടൊന്നും നമ്മളങ്ങനെ ഇതാക്കണില്ല. എന്തൊക്കെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടവരെ ഞങ്ങള്, എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങള്, അതൊന്നും ഞങ്ങളുടെ മനസ്സിൻ്റെ വേവില് ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ഫേസിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാറില്ല. വീണ്ടും ഒരു ചോദ്യം, പ്രിയപ്പെട്ട ഒന്നും ഇതുവരെ കിട്ടിയില്ല, എന്താ ഞങ്ങൾ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. പോർക്കുളം അല്ലേ വീട്? അതേ പോർക്കുളം തന്നെയാണ് വീട്. കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത പോലെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാമോ? കുഞ്ഞിന് മാത്രമല്ലല്ലോ. നന്ദനെ വിളിക്കൂ, അവൾ ചെറിയ കുട്ടിയല്ലേ, തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക, നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണുവാനാണ് ഐശ്വര്യം. അത് തീർച്ചയായും ഞങ്ങൾക്കും അത് തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് കാണാനും കാര്യങ്ങൾ ഐശ്വര്യം. പക്ഷെ ഞങ്ങളിവിടെ ഇറക്കി വിട്ടതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ ഒരു തെറ്റ്, ഞാൻ തെറ്റിയതാണ്. എൻ്റെ മോളെ ഞങ്ങൾ ചെയ്തോണ്ട്, എൻ്റെ മോളെ ഞങ്ങൾ അടിച്ചോണ്ടല്ല, ഞാൻ എൻ്റെ മോളെ അങ്ങനെ ഉപദ്രവിച്ചോണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ മോളോട് ഞാൻ ചെയ്യാൻ പാടാത്ത ചെയ്തോണ്ടല്ല ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണ്ടല്ലേ പോയി എന്ന് വെച്ച് ഞാൻ തിരിച്ചു വിളിച്ചത്, അവളെ കാല് പിടിച്ചത്. പക്ഷെ ഇതിൽ ഞാൻ നിരപരാധിയാണ്. നിങ്ങളുടെ യൂട്യൂബ് വരുമാനം എത്രയാണ്? ഞാൻ പറഞ്ഞ എത്രയെന്നൊന്നും പറയണ. ഈ മാസം കിട്ടി അടുത്ത മാസത്തിലുണ്ടല്ലോ, അടുത്ത മാസത്തിലായിട്ട് പിന്നെ അടുത്ത മാസം എത്ര ഉണ്ട്.
അടുക്കള പുതുക്കി പണിയാൻ എത്ര രൂപയായി അമ്മേ? അത് ബില്ല് വന്നിട്ട് നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അച്ഛൻ അമ്മ മക്കൾ സൂപ്പർ. ഇനിയുള്ള കുഞ്ഞു മക്കളെ നന്നായി നോക്കുക. വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കല്ലേ. കുടുംബം ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെയും ജീവിതം. തീർച്ചയായും എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഏറ്റവും സ്പെഷ്യലാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലാണ്. ഒരു 10-11 ഓപ്പറേഷൻ ജീവിതത്തിൽ വരാം. പൊന്നിന് വയ്യാണ്ട് ഒരു കഷ്ടകാലം കഴിഞ്ഞ് ഞാൻ സേഫാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്ക് വയ്യാണ്. അത് കഴിഞ്ഞ് കഷ്ടകാലം കഴിഞ്ഞപ്പോൾ ഒരാൾ ജോലി പോയിട്ട് വന്നു. അതും കഴിഞ്ഞ് ഹോട്ടലിട്ട് കടകളും ബാധ്യതകളും വന്നു. അങ്ങനെ 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 ജീവിതം. ഞങ്ങളിപ്പോ എന്താ ചെയ്യണം? വന്നോടത്തോളം ജീവിതം ചന്തം ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ വന്ന് 27 വർഷത്തെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുള്ള വിഷമം ഇന്ന് ഇരുന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയല്ല. ഈ പറഞ്ഞ നിങ്ങളൊന്നും അതിൻ്റെ 7 അയലത്തേക്ക് പോവില്ല. ഏത് സാഹചര്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഭർത്താവ് വന്നിരിക്കുന്നത്? ഒരു 21-22 വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ RCCയുടെ ഉള്ളിൽ പോയി പെട്ടിട്ട് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. ആരോ കുണിക്കിന് പേര് മഹാലക്ഷ്മി. പൊന്നു വന്ന പോലെ കുഞ്ഞിന് വന്നാൽ അതുപോലെ അവര് സ്വീകരിക്കൂ. 2 ചുരത്തുമ്പോൾ മക്കൾക്ക് ആദ്യമായി ഒരു അസുഖം വരുമ്പോൾ അമ്മ എത്രമാത്രം വേദനകൾ അനുഭവിച്ചു എന്ന് അച്ഛൻ എത്രമാത്രം ഹൃദയം നൊന്തെന്നു അപ്പോൾ മക്കൾ മനസ്സിലാക്കിയുള്ളൂ. സംഗീതത്തിലെ ത്യാഗങ്ങൾ മക്കൾ കാണാതെ പോകില്ല. അവരുടെ കാലം വരും. അവർ കുഞ്ഞുപോലെ സംഗീതയെ അനിലേട്ടനെയും സംരക്ഷിക്കും. അത് നിങ്ങൾ 2 പേരും അറിയിക്കുന്നുണ്ട്. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ പുറത്ത് ദുഃഖിക്കരുത്. ദീർഘായുസ്സും ആരോഗ്യവും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അഞ്ജലി ഷെബീനും ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നു. അമ്മയ്ക്ക് ആവശ്യമുള്ളത് എന്തിനും എത്തിക്കുന്ന ഇതിൽ കൂടുതൽ ഒരമ്മയ്ക്ക് അഭിമാനിക്കാൻ എന്ത് വേണം? സമാധാനമായി സന്തോഷമായി ഇരിക്കും. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. ചേച്ചിയുടെ ആരാണെന്നല്ല എന്തായാലും നാവ് പൊന്നാവട്ടെ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഇനിയും വരട്ടെ. ഇനി എന്തൊക്കെ അറിഞ്ഞിട്ടും പിന്നെ ആർക്ക് മക്കളാകുമ്പോഴാണ് ഈ അമ്മയുടെ വിഷമം അച്ഛൻ്റെ വിഷമമാണ്. അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ അനുഭവിച്ചത് ആ സമയത്ത് നമ്മൾ അനുഭവിക്കണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അറിഞ്ഞിട്ടെന്താ എന്തെന്നെ ആയാലും വന്ന പാട്. അമ്മയ്ക്ക് ഫാറ്റ് ലിവർ നോർമലായി. സർജറി ചെയ്തതിൽ അത് എന്ത് എല്ലാതും അതുപോലെ നടക്കുന്നുണ്ട്. ഒന്നും നിർത്താൻ പറ്റിയിട്ടില്ല. കുഞ്ഞ് പോയതിനു ശേഷം നിങ്ങൾ അങ്ങോട്ടോ അവരെ ഇങ്ങോട്ടോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അവരൊരിക്കലും ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഞാൻ തളിപ്പറമ്പിൽ കണ്ണൂരിൽ നിന്നാണ്. ഒന്നും ചോദിക്കാനില്ല. അച്ഛനെയും അമ്മയും എല്ലാവരും ഒത്തിരി ഇഷ്ടം. താങ്ക് യു. എല്ലാം നല്ലത് വരട്ടെ. വീഡിയോ അധികം ലോങ് ആക്കാതെ എടുക്കും. നല്ല വ്യൂവേഴ്സ് കിട്ടും. നിങ്ങളുടെ വീഡിയോ വളരെ ലോങ് ആണ്. പക്ഷെ ഞാൻ വീഡിയോ ഇട്ട് വരുമ്പോൾ ലൈഫ് സംസാരിച്ച് എല്ലാവരും എടുത്തപ്പോൾ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആവുന്നതാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. അതാണ് എഡിറ്റിംഗ് ആപ്പ് ഏതാ യൂസ് ചെയ്യുന്നത്? ഏതാ? ഇൻഷോട്ട്. അതാണ്. കുഞ്ഞൻ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടമാണോ അതോ വെറുപ്പാണോ? കുഞ്ഞിനോട് ഇഷ്ടം കുറവൊന്നും തോന്നുന്നില്ലല്ലോ. എൻ്റെ മോളല്ലേ. ഹോം ടൂർ ചെയ്യാലോ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഒന്നും ചോദിക്കാനില്ല. എന്നും ഹാപ്പിയായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. താങ്ക് യു. ലവ് യു. ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ ചാൻസ് കിട്ടില്ല. എവിടേക്കാവും പോവുക? ഒരുപാട് ഇഷ്ടം. ഞാനല്ലാട്ടോ അതിൻ്റെ ഉത്തരം ഉണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പിന് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത് എവിടേക്കാണ് പോകുന്നത്? കൊടുക്കാം. ഫ്ലൈറ്റിൽ കൊടുക്കല് പോവാൻ ചാൻസ് കിട്ടി. എനിക്ക് എങ്ങനെ പോവാ? എങ്ങോട്ട് പോകാൻ ഇഷ്ടം? അവര് ദുബായിക്ക് പോകാനാണ് ഇഷ്ടം. ഞങ്ങൾക്കും ദുബായി പോകാനാണ് ഇഷ്ടം. ഇതൊന്നും നമ്മളൊന്നും നടക്കും. എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ നടക്കട്ടെ അല്ലേ? എങ്ങനെ മെലിഞ്ഞു? ഡയറ്റ് പ്ലാൻ പറയാമോ? എക്സസൈസ് ചെയ്യാറുണ്ടോ? എത്ര ലിറ്റർ വെള്ളം വേണ്ട? എത്ര ലിറ്റർ കുടിക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ.
ദാഹിക്കുമ്പോൾ കുടിക്കും, അല്ലാതെ അതിനായിട്ടൊരു അളവോ കാര്യങ്ങളോ ഞാൻ വെച്ചിട്ടില്ല. ശബ്ദം ഉണ്ടാക്കാതിരിക്കുമ്പോൾ കൂടുതലും ഞാൻ വായിക്കുന്നത് കുഞ്ഞെ കോണ്ടാക്ട് ഉണ്ടോ കുഞ്ഞാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഒരിക്കൽ വിളിച്ചിരുന്നു, സ്നേഹിക്കാനോ ഒന്നിനും അല്ല കേട്ടോ. ഇത് അവരുടെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവരും കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം. ഹലോ സംഗീത അനിൽകുമാർ, പല കാര്യങ്ങളിലും നിങ്ങളോട് ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ വിവാഹം നടന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചിരുന്നു എന്നറിയാം. ഞാനും ആ പ്രായത്തിലുള്ള ഒരു മകളുടെ അമ്മയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും എല്ലാ വിഷമങ്ങളും മാറി മക്കളുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒരിക്കലും കൂടി പറയട്ടെ. ഇനിയുള്ള 2 കുഞ്ഞുമക്കളെ നന്നായി പഠിപ്പിക്കുക. കല്യാണമല്ല ജീവിതത്തിലെ ലക്ഷ്യം എന്ന് അവരെ മനസ്സിലാക്കുക. കുട്ടികൾ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും പ്ലസ് ടു വരെയുള്ള അടിസ്ഥാന വിധത്തിലെ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. ചേച്ചി സ്നേഹത്തിലാണ്. ചേച്ചിക്ക് ഞങ്ങളുടെ ഓരോരുത്തരും ചേച്ചിക്ക് നമ്മളെന്താ പറയുന്നത് വിയോജിപ്പായിരുന്നു നമ്മളെ ഓരോ ആശയങ്ങളോടും. അത് ചേച്ചി ഞങ്ങൾ പറയുന്ന ആശയം ചേച്ചി മനസ്സിലാക്കാത്തതിൻ്റെ വിയോജിപ്പാണ്. ഞങ്ങളുടെ ഏത് അച്ഛനമ്മമാർക്ക് മക്കൾ പഠിച്ച് വലിയ ആളാവണമെന്ന് ആഗ്രഹമില്ലാത്തത്? അവർ നല്ല നിലയ്ക്ക് എത്തണം എന്നുള്ളത് ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഞാൻ എൻ്റെ മക്കളോട് ഇന്ന് കുട്ടിക്കാലം തൊട്ടേ നിങ്ങൾ പറയും നിങ്ങൾ കുട്ടികളെ കല്യാണം എന്ന് മനസ്സിൽ കൊടുത്തിട്ടാണ് കുട്ടികൾ കല്യാണം ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നിനോടും രണ്ടാമത്തെ മോളോടും വിളിച്ചു പോയി അവരോട് കല്യാണം കഴിക്കാനാണ് ഞാൻ എന്നും എന്താ പറയാറ് അവരോട്? അല്ല, അവരോട് ഞാൻ കുട്ടിക്കാലോട്ട് പറയുന്നത് എന്താ എന്നോട് അറിയോ? എന്നോട് ഞാൻ പറഞ്ഞിട്ട് 2 ആളോട് ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കരുത്. ലൈഫിൽ കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ പഠിച്ച ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് ഇതാക്കി നമ്മുടെ വീടിൻ്റെ ബാക്കിൽ 2 ഒരു 5 സെൻറ്റ് സ്ഥലം തരാം, അതിൽ വീട് വെച്ചിട്ട് നിങ്ങളൊന്നും. അപ്പോൾ ഞങ്ങൾ അച്ഛനും നിങ്ങൾക്ക് കാവലുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ അപ്പുറത്ത് ഉണ്ടാവുമല്ലോ എന്നാണ് ഞാൻ എൻ്റെ മക്കളോട്. എന്നാലും നിങ്ങൾ ജോലിക്ക് പോകണു, നിങ്ങൾ സുഖമായി നിങ്ങൾ വീട്ടിൽ വരുന്നു ജീവിക്കണം എന്നും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് കല്യാണം നല്ലതാണോ കല്യാണം അടിപൊളിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയണത്? നിങ്ങളൊക്കെ അതിനെ പറ്റി എന്താ അറിയാം? എന്നിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ അന്വേഷണം ഇത് പുണ്യനാണ് ലൈഫിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും നല്ല സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തുകൊണ്ട് മക്കളോട് കല്യാണം കഴിക്കണം? കല്യാണം കഴിച്ച ലൈഫിൽ ലോങ് വിഷമങ്ങളും ബാധ്യതകളും കടപ്പാടുകളാണ് ലൈഫ്. അത് അസഹിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കല്യാണ ലൈഫിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാന്ന് പറയാൻ പറ്റും. അന്നേട്ട് കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നേ വല്ല ബുദ്ധിമുട്ടോ കാര്യമുണ്ട്. അമ്മ ചോറ് 4-5 നേരം വരും. അമ്മ ചോറ് ഉണ്ട്, പുറത്തേക്ക് കറങ്ങുക വർത്തമാനം പറയാ, ഇഷ്ടമുള്ളപ്പോൾ വരിക കയറുക അല്ലേ? ഒരു കെട്ടുപാടുകളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഇപ്പം ഞാൻ അനുഭവിച്ചിരിക്കേണ്ട വല്ല ദുഃഖങ്ങളുണ്ട്. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഇപ്പോൾ ആദ്യം വിദ്യാഭ്യാസം ഒരു തുണിക്കടയിൽ പോയി ജോലിക്ക് നിന്നു. അവിടുത്തെ ഹോസ്റ്റലുണ്ട്, രാവിലെ കഴിക്കണു, ഹോസ്റ്റലിൽ നിന്ന് അവർ ഫുഡ് കഴിക്കണു, ജോലിക്ക് പോകണു, ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ വരും, നമ്മൾ ഇട്ട ഡ്രസ്സ് നമ്മളെ തിന്ന പ്ലേറ്റ് കയറും, വേറെ നമുക്ക് അവിടെ എന്താ ബാധ്യതകളും പണികളും ബുദ്ധിമുട്ടുകളും ഉള്ളത്. ആരും ജോലി വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട ഒന്നിനും ഫ്രീ. നമുക്ക് സിനിമയ്ക്ക് പോകുന്ന സിനിമയ്ക്ക് നമുക്കൊരു കൂടിയൊക്കെ കൂടി കഴിഞ്ഞാൽ വേറെ വർഷത്തിൽ നല്ലൊരു ട്രിപ്പ് പോയി വേറെ എന്തൊക്കെ എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ കല്യാണ ലൈഫ് നമ്മൾ കല്യാണം കഴിക്കുക എന്ന് ചിന്തിക്കുന്നവരോട് ചിന്തിക്കണം. കല്യാണ ലൈഫിന് കല്യാണം കഴിഞ്ഞ ആ മാസം തൊട്ട് കാശിന് വേണ്ടി ബുദ്ധിമുട്ടി വിഷമിച്ച് ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടങ്ങളാണ് അല്ലേ? ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഞാൻ കല്യാണം കഴിയപ്പോൾ. ഇപ്പം എനിക്ക് നടനെ മുൻപേ എൻ്റെ അനിയനും എൻ്റെ പൊന്നിനും കുഞ്ഞിനും കുണിക്കുകയും കാർത്തിനും ക്ഷേപിക്കും ഇവരുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് എൻ്റെ പേര് വരിക. ഇതിപ്പോ ഞാൻ പറഞ്ഞത് എടുത്തേച്ചാ ഞാൻ എപ്പം പോയാലും രാത്രി പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പേരുകളാണ് ഈ കാണുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യം ഉണ്ടായത് അച്ഛൻ അമ്മ അവരുണ്ടായത്, അവർ മരിച്ചതിന് ശേഷമാണ് അവരത് ആദ്യം. അങ്ങനെ അച്ഛൻ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ അങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ പേര്. അത് കഴിഞ്ഞു പഞ്ഞുവേട്ടനാണ് ലൈഫിൽ. അഞ്ഞുവേട്ടൻ, പിന്നെ കിട്ടിയത് പൊന്നു, പിന്നെ കിട്ടിയത് കുഞ്ഞ്, പിന്നെ കിട്ടി
ഇത് കുണിക്ക് ഷേപ്പിങ് കാർത്തും അത് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഒരു ചീത്തയായിട്ടപ്പോൾ നല്ല കൂട്ടി അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് വേണമെന്നല്ല, എല്ലാവരും ഇപ്പോൾ ഒരു നേരം പൊന്നു ഷേപ്പ് വർക്കിന് പോയി കഴിഞ്ഞാൽ അവർ എത്ര വരയ്ക്ക് ഞങ്ങൾക്ക് വയറ് കത്തില്ല. അപ്പോൾ കാർത്തൂന് ഇതിപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഈ നേരം കാർത്തൂനാണ്. ഇപ്പോൾ 3 പ്രാവശ്യം വിളിച്ചു, കാത്തു ഭക്ഷണം അയച്ചില്ലേ, കാത്തു ഭക്ഷണം അയച്ചില്ല, എന്താ വെച്ചാൽ അവൾ കഴിച്ചോ ഇല്ലേന്ന് അറിയാത്തുണ്ട്. അങ്ങനെ ഓരോ കാര്യം. ഇത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ, ഈ ദുഃഖങ്ങളോ വിഷമങ്ങളൊന്നുമില്ല, അവരവരുടെ കാര്യം ആലോചിച്ച് നടന്നാൽ പോരെ. അപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ ലൈഫിലും നേരിടാൻ പാകപ്പെട്ടിട്ട് എൻ്റെ കല്യാണ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലണം. വലിയൊരു ഭാരമാണ് ഒരാണായാലും പെണ്ണായാലും തലയിൽ എടുത്ത് വെക്കുന്നതാണ് കല്യാണം ചെയ്തത്. വലിയൊരു ഭാരം. ആ ഭാരം മരിച്ച് മൂക്കിൽ പഞ്ഞി വെക്കണവരൊക്കെ ഉണ്ടാവും. പഠിപ്പിന്റെ കാര്യം അത് ഈ പറഞ്ഞ മാതിരി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മക്കൾ പഠിക്കാൻ അവര് ഇപ്പൊ രണ്ടാളും വീഡിയോ കാണണ്ടോ കേൾക്കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പറയാലോ, ഇപ്പൊ എതിർപ്പായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അവർക്ക് പറയാം എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മ 10 രൂപ ചിലവാക്കിയിട്ടെങ്കിൽ പറയട്ടെ, അമ്മ പഠിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പറയട്ടെ. മക്കൾ പറയണേ ഞങ്ങൾക്ക് യൂണിഫോം മേടിച്ചതല്ല, ബാഗ് മേടിച്ചതല്ല, ബുക്ക് മേടിച്ചതല്ല, അമ്മ പഠിക്കാൻ സൗകര്യം അമ്മ പറയട്ടെ, അവർ പറയട്ടെ. ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോഴും ഇന്നലെ 2 മണിക്കൂറാണ് പൊന്നിരുന്ന് ഞാൻ ഉപദേശിച്ചു. ഇപ്പോഴും അവർക്ക് നാളേക്ക് എന്ത് വേണം, ഇങ്ങനെ വേണം ഇരുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാ അതൊരു അമ്മ തന്നെയാണ്. മനസ്സിലായി? പൊന്നിൻ്റെ ചെറുത് പൊന്നു അങ്ങനെയല്ല വേണ്ട, പൊന്നു അങ്ങനെയാണ് വേണ്ട, പൊന്നു ഇങ്ങനെയാണ്. ഇത് ഇന്നലെ ഫുൾ ഇതിൽ അവസാനം അത് അച്ഛൻ ഞാനോ അമ്മയും കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു നീ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾക്കറിയാം പറയാനും ചെയ്യണത് മക്കളെ ഇങ്ങനെ വളർത്തേണ്ടത്. അതിന് മക്കളും കൂടി സപ്പോർട്ട് വേണം. ഇപ്പം എത്ര മക്കൾ +1 +2 കുട്ടിച്ചും വലിച്ചും കഞ്ചാവ് അടിച്ചും ഇതൊക്കെ പേരൻസ് അത് മൈൻഡിൽ കയറ്റിയിട്ടാണോ? ഇപ്പം നിങ്ങളാണ് കുട്ടികളെ കല്യാണം ചെയ്ത് മൈൻഡായിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ കഞ്ചാവ് അടിക്കുന്ന പേരൻസ് പറഞ്ഞിട്ടാണ് കുട്ടികളുടെ മനസ്സിൽ കഞ്ചാവിൻ്റെ ബ്രൗൺഷോറിൻ്റെ ഒക്കെ മൈൻഡ് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നത്? നമ്മുടെ പേരൻസ് വിചാരിക്കണോടത്തേക്ക് എല്ലാ മക്കളും എത്തുക. അവരൊരു പ്രായം വരെ നമുക്ക് അവരെ പറഞ്ഞ് നിയന്ത്രിക്കുക. പിന്നെ അവരെന്നെ ചിന്തിക്കണം അല്ല, എനിക്ക് മനസ്സിലാക്കാത്തവരുടെ ഇഷ്ടത്തിന് അതല്ല യാതൊരു കാര്യം കൊടുക്കില്ല. നിങ്ങളുടെ ഇഷ്ടമോ അനിഷ്ടമോ അല്ല. നിങ്ങൾ എന്താർത്ഥത്തിലാണ് പറയണത്? ഞാൻ കല്യാണം കഴിച്ചു ഇപ്പൊ ഒരു ഇതാണ് നിങ്ങളെ കുട്ടിയെ കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ വിളിച്ചോ. നിന്നോട് ആരാ പറഞ്ഞോ? അത് അവര് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു തരില്ല എന്ന് അവര് ഞങ്ങൾ പറഞ്ഞൊന്നും പറയണില്ലല്ലോ. നീ പറയണവരൊന്ന് പറയട്ടെ, ഞങ്ങൾ കഴിച്ചില്ല എന്ന് ആര് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങൾക്ക് അറിയണം ഞാൻ ആരാണ് ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണം. കമന്റ് ഇട്ട ആളോടാട്ടോ, വേറെ ആരോടല്ല. നിന്നോട് ആരോ പറഞ്ഞു നീ ആളെയും കൊണ്ട് വരേണ്ടതാണ് മുന്നിലേക്ക്. ഇത്ര അറിയുന്ന ആളാണെങ്കിൽ പിന്നെ കൊണ്ടുവരണ്ടേ? തെളിവുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് മീഡിയകൾ വിളിക്കാമല്ലോ. എന്തായാലും തെളിവുകളല്ല ആവശ്യമില്ല. എന്തിനാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതോ പിടിക്കുന്നതോ ഒന്നുമല്ല ഒരാളെ ലൈഫ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ കുണിക്കാനും അവർക്ക് എത്രത്തോളം പഠിക്കണം, അവർക്ക് എങ്ങനെ എത്തണം, അതുവരേക്ക് ഞാൻ അവരെ പഠിപ്പിച്ചിരിക്കും. അത് ഉറപ്പാണ്. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഇരിക്കുന്ന ഈ വീട് വിറ്റിട്ടായാലും അവർക്ക് എവിടെ വരെ പഠിക്കണം എന്തിനെ എത്രയും ഞങ്ങൾ അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. അതാദ്യം മനസ്സിലാക്കുക. അത് പഠിച്ച് അവർ സെറ്റാവേണ്ട കഴിവുകൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ നമുക്ക് അവരെ നിയന്ത്രിക്കണം. അത് കഴിഞ്ഞത് അവർ സ്വയം ചിന്തിക്കണം. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾക്ക് പേരൻസ് ലിമിറ്റ് ഉണ്ട്. തലമുറ 5ാം ക്ലാസ് വരെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മുടെ മക്കളെന്നല്ല ഏത് മക്കളും നിൽക്കില്ല. ഇപ്പൊ കേട്ടോടത്തോളം കാലം ഇപ്പൊ അങ്ങനെ പോകും. ഇനിയിപ്പോ പറയും നമ്മള് പോരായ്മ വെച്ചെങ്കിൽ അങ്ങനെ ആയിട്ട് കണ്ടോട്ടോ, യാതൊരു പരാതി. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ബാക്കിയുള്ള ജീവിതങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിഷമമുള്ളത് ഇയാളോട് പറഞ്ഞെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വല്ല മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ക്ഷമിക്കുക പറഞ്ഞോണ്ടൊന്നും. പക്ഷേ ഇപ്പം എന്നേക്കാൾ വയസ്സിന് മൂത്ത ആളായതുകൊണ്ട് സംഗീത എന്ന് വിളിക്കുന്നത് ഇപ്പം എന്നേക്കാൾ വയസ്സിന് മൂത്ത ഒരാളായിരിക്കും. എൻ്റെ അമ്മ വിളിക്കാണ്ട് ചേച്ചി വിളിക്കാണ്ട് എന്നേക്കാൾ. അപ്പോൾ ചേച്ചിക്ക് മനസ്സിന് വിഷമിക്കുന്ന വല്ല കാര്യം ഞാൻ എന്തുകൊണ്ടാണ് അതൊക്കെ പെട്ടത് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടത് എന്താ വെച്ചാൽ നിങ്ങൾ പഠിപ്പിക്കില്ലേന്ന് ഒരു മക്കളോട് പറഞ്ഞിട്ടില്ലേ, ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പരിതരം ഭ്രാന്ത് വരും. മനസ്സിലായോ?
പരമാവധി അപ്പുറം നമ്മൾ അവർക്ക് പഠിപ്പിക്കുക. നമ്മള് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, നമ്മള് നേരത്തെ കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. എത്രയും നേരത്തെ എത്ര നേരത്തെ കഴിച്ചാലാണ് ഇല്ലാന്ന് പറഞ്ഞില്ല. അതൊക്കെ ഇതാണ് നിങ്ങള് വിചാരിച്ചൊരു നിങ്ങള് അതായത് കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച അഡ്വാൻസ് കൊടുത്ത എല്ലാ കാര്യങ്ങളും മെയ് 3-ാം തീയതിയാണ്. ആ ദിവസം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഒരു പുതിയൊരു ജീവിതമായിട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അപ്പൊ എന്തായാലും പുതിയ ജീവിതമായിട്ട് ആ ഒരു ദിവസം എന്നെ ഇരിക്കലൊക്കെ ആകുമ്പോഴേ നിങ്ങൾക്കൊരു ഈ ദിവസം മെയ് 3 എന്തായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം ഒരാഴ്ച 2 ആഴ്ച പിന്നെ ഈ സമയത്തൊക്കെ നമ്മൾ ഓരോ കാര്യത്തിന് ഓടി നടക്കുക, ഡ്രസ്സ് എടുക്കാൻ പോകാൻ, അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കുക, അല്ല അങ്ങനെ ചെയ്യാലേ ഇങ്ങനെ ചെയ്യാലേ ഹെൽത്തിയിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പം ഞാൻ പറച്ചിലും കാര്യങ്ങളൊക്കെ കൊട്ടല്ല ഇപ്പം ഇതിനല്ല അല്ലാതെ കഴിഞ്ഞ് ആ കലാശക്കൊട്ടൊക്കെ ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹം ആയുസ്സും ആരോഗ്യം ദൈവം തരികയാണെങ്കിൽ ഇനി എൻ്റെ 2 കുഞ്ഞു മക്കളുടെ നല്ല കാര്യങ്ങളൊക്കെ കാണാൻ ദൈവം ഇങ്ങനെ ദൈവം 2 കാര്യത്തിന് ഞങ്ങളെ ചതിച്ചില്ല. അപ്പം ഇനി ഇവർ 2 കാര്യത്തിൽ ദൈവം ചതിക്കില്ല എന്ന് കരുതുക. കല്യാണ ലൈഫ് എന്നല്ല, അവരെല്ലാം നല്ല കാര്യങ്ങളും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ അല്ലേ കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി നിങ്ങൾക്ക് വേണം, അതാണ് പറയാനുള്ളത്. അത്ര പോയാലോ. ബൈ.